AB എന്നീ 2 പട്ടണങ്ങൾ 120 കിലോമീറ്റർ അകലത്തിലാണ്. ഓക്കെ, അപ്പോൾ 2 പട്ടണങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് A, ഒന്ന് B അല്ലേ. ഇവ തമ്മിൽ 120 കിലോമീറ്റർ അകലമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? ഓക്കെ, ഇനി ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് 55 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 55 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്നു. മറ്റൊരു കാർ ബിയിൽ നിന്ന് എയിലേക്ക് 45 കിലോമീറ്റർ പെർ അവർ വേഗതയിലും പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ചോദിക്കുന്നത് ഇവ തമ്മിൽ എപ്പോൾ കണ്ടുമുട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 കാറുകൾ 2 സ്ഥലത്ത് നിന്ന് എയിൽ നിന്നും ബിയിൽ നിന്നും 120 കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പരസ്പരം കണ്ടുമുട്ടാൻ വേണ്ടി വരുന്നു. അവ എപ്പോൾ തമ്മിൽ കണ്ടുമുട്ടും? അവ എപ്പോൾ തമ്മിൽ കണ്ടുമുട്ടും എന്നതാണ് ചോദ്യം അല്ലേ. ഇവ തമ്മിൽ കണ്ടുമുട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചേക്കുവാണ്. ശരി, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാലേ കണ്ടുമുട്ടാൻ വേണ്ട ടൈം കാണാൻ ചോദിച്ചാൽ നമുക്കറിയാം മക്കളെ, ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ ഇക്വേഷൻ. ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്നത് കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇവ തമ്മിൽ 120 കിലോമീറ്റർ ആണ് അകലം. ആണോ? അപ്പോൾ ഡിസ്റ്റൻസ് എഴുതുമ്പോൾ ആർക്കും ഒരു സംശയം വരത്തില്ല, കാരണം 120 കിലോമീറ്റർ അകലത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ സ്പീഡോ? സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയം വരും അല്ലേ. എന്താ കാര്യം? ഇവിടെ 2 സ്പീഡുകൾ ചോദിച്ചിട്ടുണ്ട്. ആണോ? ഇങ്ങനെ 2 സ്പീഡുകൾ വരുമ്പോൾ എടുക്കേണ്ട സ്പീഡിനെ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും. ആണോ? 2 സ്പീഡുകൾ വരുമ്പോൾ ഏത് സ്പീഡ് എടുക്കണം? റിലേറ്റീവ് സ്പീഡ്. ഇനി ഓർക്കുക, 2 സ്പീഡുണ്ട്, ഇവ തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ സഞ്ചരിക്കുന്നത്. അങ്ങനെയല്ലേ ചോദ്യം പറഞ്ഞേക്കുന്നത്. പരസ്പരം കാണാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വരുന്നത്. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പം റിലേറ്റീവ് സ്പീഡ് കാണാൻ തമ്മിൽ കൂട്ടണം എന്നാണ്. അപ്പോൾ 55ഉം 45ഉം കൂടെ കൂട്ടുമ്പം നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എടുക്കേണ്ട സ്പീഡ് 100 കിലോമീറ്റർ പെർ അവർ എന്നതാണ്. ഓക്കെ, നമ്മൾ സീറോകൾ അങ്ങ് വെട്ടിക്കളയുമ്പം നമുക്ക് 12/10 എന്ന് കിട്ടും അല്ലേ. അതായത് 6/5 അവർ എന്ന് കിട്ടും. അതായത് കണ്ടുമുട്ടാൻ വേണ്ട സമയം 6/5 അവർ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് അവർ വന്നത്? ഇവിടെ ഡിസ്റ്റൻസ് കിലോമീറ്ററിലും സ്പീഡ് കിലോമീറ്റർ പെർ അവറിലും ആണെങ്കിൽ ടൈം അവറിലേ കിട്ടത്തുള്ളൂ. സോ ആൻസർ 6/5 അവർ എന്ന് വരും. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. പക്ഷേ ഓപ്ഷൻ നോക്കി, ഇപ്പോൾ ഓപ്ഷൻ മിനിറ്റിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അവറിൽ കിട്ടുന്നതിനെ എന്തിലേക്ക് മാറ്റണം? മിനിറ്റിലേക്ക് മാറ്റണം. അവറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്താ മക്കളെ ചെയ്യണ്ടേ? അവറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഗുണിക്കണം. അവറിനെ മിനിറ്റ് ആക്കാൻ × 60, മിനിറ്റിനെ അവർ ആക്കാൻ ഡിവൈഡഡ് ബൈ 60. പഠിച്ചു വെക്കുക കേട്ടോ. അവറിനെ മിനിറ്റിലേക്ക് മാറ്റാൻ × 60. അപ്പോൾ 6/5 അവർ എന്നത് എത്ര മിനിറ്റ് ആണെന്നറിയാൻ 6/5 × 60 ചെയ്യണം അല്ലേ. ഈ 5ഉം 60ഉം വെട്ടിക്കളയാം. 12 × 6 ആൻസർ 72 മിനിറ്റ് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. മക്കളെ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇത് നമ്മൾ സാധാരണ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. 2 സ്ഥലത്ത് നിന്ന് ആളുകൾ കാണാൻ വരുന്നു, എപ്പോൾ കണ്ടുമുട്ടും എന്നുള്ള ചോദ്യം. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ വെറുതെ ടൈം കണ്ടുപിടിച്ചാൽ മതി. ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് എടുക്കണം എന്ന കാര്യം മറക്കാതിരിക്കുക.